സിനിമ ഒരു മാധ്യമമാണ്, അതിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നു. അവരെ മാനിച്ചാണ് നമ്മൾ സിനിമ കാണാൻ വന്നത്. സിനിമയുടെ രീതി കാണുമോ, മറ്റുള്ള രീതി കാണുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇങ്ങനെ ഇവർ ദിലീപിനെ ബഹിഷ്കരിക്കാൻ പറയുന്നുണ്ടെങ്കിൽ പണ്ട് ജഗതിയെ ബഹിഷ്കരിക്കാൻ പറയണം. ഈ പറഞ്ഞ ഞാൻ പേര് പറയുന്നില്ല, ആ ആക്ട്രസ് അഭിനയിച്ച ഒരു സിനിമയുണ്ട് ഹണ്ട്. എത്ര പേര് വന്ന് സപ്പോർട്ട് കൊടുക്കാൻ തിയേറ്ററിൽ കണ്ടു. ഈ പറയുന്നവരെങ്കിൽ അവരഭിനയിച്ച സിനിമകളൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ കാണില്ല. അങ്ങനെ കാണൂല. വലിയൊരു തിരിച്ചു വരുന്നത് 100 കോടി കൺഫേം, വേറെ ഒന്നും പറയാനില്ല. 100 കോടി അടിച്ചിട്ടേ പടം പോവുള്ളൂ. രാമലീല പണ്ട് ബഹിഷ്കരിക്കാൻ ഉത്തരവ് കൊടുത്തിട്ട് എന്തായി? ബ്ലോക്ക് ബസ്റ്റർ ആയ ഒരു സിനിമ. പടം കൊള്ളാം, പ്രതീക്ഷയെ കാട്ടി ഉണ്ടായിരുന്നു പടം. ഫൺ വൈബ് പ്ലസ് ഒരു ആക്ഷൻ എല്ലാം കൂടെ ചേർത്തുള്ളൊരു നല്ലൊരു മൂവീസാണ്. നോ ലോജിക് ഒൺലി ബാഡ്നസ്. അത് 100% സിനിമയിലുണ്ട്. നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിന് ശേഷമുള്ള ആദ്യത്തെ ചിത്രം ഇപ്പോൾ പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ബബബ. ഞാനെന്തായാലും ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ഏരിയസ് ഫ്ലെക്സ് തിയേറ്ററിലാണ്. നിരവധി പ്രേക്ഷകരാണ്, ദിലീപിൻ്റെ ആരാധകർ ഉൾപ്പെടെയുള്ളവർ സിനിമ കാണുവാൻ വേണ്ടി തിയേറ്ററിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയതിന് ശേഷമുള്ള ആദ്യ ചിത്രം എന്നോണം പ്രേക്ഷകർ എങ്ങനെയാണ് ഈ ഒരു ചിത്രത്തെ നോക്കിക്കാണുന്നത് എന്ന് അറിയേണ്ടതുണ്ട്. നന്നായിട്ടുണ്ട്. നല്ല കുറ്റവിമുക്തനാക്കിയതിന് മോഹൻലാലിന്റെ ആക്ടിങ് വളരെ രസമായിട്ടുണ്ട്. രണ്ടുപേരുള്ള കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. കാരണം സിനിമ ഒരു വലിയൊരു മാധ്യമമാണ്, അതിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നതാണ്. സോ അവരെ മാനിച്ചാണ് നമ്മൾ കാണാൻ വന്നത്. സിനിമ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ദിലീപിനെ ഈ കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കിയതിന് ശേഷമുള്ള ആദ്യ ചിത്രമാണ്. അതിന് പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ ആഗ്രഹമില്ല. സിനിമ ഒരു മാധ്യമമാണ്, അതിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നു. അവരെ മാനിച്ചാണ് നമ്മൾ സിനിമ കാണാൻ വന്നത്. ബാക്കി സിനിമ നോക്കുമ്പോൾ ഒരു ആർട്ട് എന്നുള്ള നിലയ്ക്ക് സിനിമ 100% വിജയമാണ്. അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. മോഹൻലാലിന്റെ ഒരുപാട് സീൻ നമുക്ക് കാണാൻ നമ്മൾ ആഗ്രഹം. പിന്നെ കുറെ പാട്ടുകൾ, പഴയ പാട്ടുകൾ, അതെല്ലാം ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ടുണ്ട്. വ്യത്യസ്തമായ മൂവിയാണോ, ഒരു തിരിച്ചുവരവെന്ന് തന്നെ പറയാം. നല്ല രസമായിട്ടുണ്ട്. നല്ല രസം പടം. ഞാൻ എൻ്റെ ഈ ഇറങ്ങി വന്നിട്ട് എൻ്റെ ഒരു ഇത് കാണാൻ പറയാം. ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. സിനിമയുടെ അവർ പറയുന്ന ടാഗ് ലൈനാണ് നോ ലോജിക് ഒൺലി ബാഡ്നസ്. അത് 100% സിനിമയിലുണ്ട്. ദിലീപിൻ്റെയും മോഹൻലാലിൻ്റെയും തന്നെ ഒരുപാട് പടങ്ങളുടെ റെഫറൻസ്, ഇവർ മാത്രമല്ല വിജയ് പടങ്ങളുടെ റെഫറൻസ്. അങ്ങനെ ആ ഒരു മൈൻഡിൽ കാണാം. ഇപ്പം വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ഇൻ്റർവ്യൂ സ്റ്റാർ, പിന്നെ സലീം കുമാർ, മുകുന്ദനുണ്ണി, മീശ മാധവൻ, അങ്ങനെ സിനിമകളുടെ റെഫറൻസ് എടുക്കാൻ നിന്ന്. ഇപ്പോൾ ദേവൻ തന്നെ ഇപ്പം പറയാൻ പറ്റില്ല, നമ്മൾ ട്രെയിലറിൽ കണ്ട ഒരു സീക്വൻസ്. അതുപോലെ ദേവന് കുറേ ഈ പറഞ്ഞ പോലെ സ്പൂഫാണ് പടം. അതായത് ഒരുപാട് സിനിമകളുടെ എടുത്തിട്ട് ആ സിനിമകളെ കൊണ്ടുവന്നൊരു സെൽഫ് ട്രോളും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അവർക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ദിലീപിനായാലും നല്ലൊരു എനർജി ലെവലുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഇടയ്ക്ക് കുറേ സിനിമകളിലൊക്കെ ഭയങ്കര ഷോ, പക്ഷേ ഇതിന് നല്ല എനർജി ലെവലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബൈജു നല്ലൊരു പെർഫോമൻസ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മോഹൻലാലിൻ്റെ കാര്യം, മോഹൻലാൽ സെക്കൻഡ് ഹാഫിൽ ഈ സിനിമയെ താങ്ങി നിർത്തുന്നതിൽ ഒരു വലിയൊരു ഫാക്ടർ മോഹൻലാലാണ്. കാരണം മോഹൻലാലിൻ്റെ സാന്നിധ്യം അവിടെയായിട്ട് സിനിമയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ മോഹൻലാൽ ദിലീപും കൂടി ഒരു ഡാൻസ് സ്റ്റെപ്പ്, അത് നമ്മൾ ലിറിക്കൽ വീഡിയോ ആണ് യൂട്യൂബിൽ കണ്ടത്, പക്ഷേ ഇതിൽ ഫുൾ അവരുടെ ഡാൻസ് വീഡിയോ കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഗോപാലൻ ഉൾപ്പെടെ ചെറിയ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നല്ല രസം. മൊത്തത്തിൽ ഞാൻ പറയുന്നില്ല, നമ്മളൊരു സീരിയസ് അപ്രോച്ച് ഈ സിനിമയെ നടത്തി കഴിഞ്ഞാൽ ഇത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ, ഞാൻ തന്നെ ഈ സിനിമ കണ്ട് എനിക്ക് തന്നെ ചെറിയ വട്ടുണ്ടോന്ന് തോന്നിപ്പോകും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ മൊമെൻറ്റ്സ് നമ്മൾ അലറി വിളിച്ചു. മോഹൻലാലിന് ഇപ്പോൾ കറുത്ത ഷർട്ടും കറുത്ത മുണ്ടും കൊടുക്കുന്നു, അല്ലെങ്കിൽ മോഹൻലാലിന് കുറച്ച് മാസ് റൊമാൻറ്റിഫിക്കേഷൻ സീൻസൊക്കെ കൊടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ ദിലീപിൻ്റെ ആയാലും ദിലീപിൻ്റെ വെട്ടം, റൺവേ, ഒരുപാട് പടങ്ങളുടെ റെഫറൻസ് ഉണ്ട്. ഇപ്പോൾ വിജയ് റെഫറൻസ് ഉണ്ട്. ഗില്ലിയിൽ അർജുനർ വില്ല് പാട്ട് ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ദിലീപിൻ്റെ പഴയ സിനിമകളുടെ ഒരു സോങ് മാഷപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടൊരു ട്രീറ്റാണ് ഇവിടെ. ദിലീപുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ കുറ്റവിമുക്തനാക്കിയതിന് ശേഷമുള്ള ആദ്യ ചിത്രമാണ്. സത്യത്തിൽ ഈ ഒരു കേസും ഈ ഒരു ചിത്രവുമായി കൂട്ടിക്കലർത്തേണ്ടതുണ്ടോ ഒരു ചോദ്യം. അതുകൂടാതെ ചിലർ പറയുന്നു ഈ ചിത്രം, ദിലീപിൻ്റെ ചിത്രം ഇനി കാണരുത് എന്നും പറയും. ഈ പറയുന്ന രണ്ട് കാര്യത്തിലും ഞാൻ യോജിക്കില്ല. കാരണം ഞാനൊരു സിനിമ ലവറാണ്. ഞാൻ തിയേറ്ററിൽ നിന്ന് സിനിമ കാണുന്നതാണ്. ഇങ്ങനെ ഇവർ ദിലീപിനെ ബഹിഷ്കരിക്കാൻ പറയുന്നുണ്ടെങ്കിൽ പണ്ട് ജഗതിയെ ബഹിഷ്കരിക്കാൻ പറയണം. ജഗതി ഇപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു വിധി കൊണ്ട് കൊടുത്തായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് സിനിമയിൽ ഞാനീ പറയുന്ന പോലെ അതിജീവിതയെ ഞാൻ സപ്പോർട്ട് തന്നെയാണ്. പക്ഷേ ഒരിക്കലും ഇത് ദിലീപിന് മാത്രം വർക്ക് ചെയ്യുന്ന സിനിമയല്ല. ദിലീപ് ആകെ അഭിനയിച്ച്, ദിലീപിനെ ഡയറക്റ്റ് ചെയ്ത്, ദിലീപിനെ പ്രൊഡ്യൂസ് ചെയ്ത് ആകെ അഭിനയിക്കുന്ന സിനിമയല്ല. ഇതിൽ മോഹൻലാലുണ്ട്, ഈ പറഞ്ഞ വിനീതുണ്ട്, ധ്യാനുണ്ട്, ഒരു കൂട്ടം കലാകാരന്മാർ ചെയ്ത് കൊണ്ടുവന്ന സിനിമയാണ്. ദിലീപ് ഈ കഴിഞ്ഞ വർഷങ്ങൾക്കിടയ്ക്ക് ഒരുപാട് സിനിമകൾ ചെയ്തു. ആ സിനിമകളൊക്കെ ഫ്ലോപ്പായി. ഇപ്പോൾ ഈ പറയുന്നവർ, ഞാൻ പേര് പറയുന്നില്ല, ആ ആക്ട്രസ് അഭിനയിച്ച ഒരു സിനിമയുണ്ട് ഹണ്ട്. എത്ര പേര് വന്ന് സപ്പോർട്ട് കൊടുക്കാൻ തിയേറ്ററിൽ കണ്ടോ? കണ്ടില്ല. ഈ പറയുന്നവരെങ്കിൽ അവരഭിനയിച്ച സിനിമകളൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ കാണില്ല. അങ്ങനെ കാണൂല. ദിലീപ്
തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ ഇതുമൊക്കെ ചെയ്യാം. പക്ഷേ സിനിമയോട് അത് കാണിച്ചിട്ട് കാര്യമില്ല. കാരണം കലയെ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. ദിലീപിനടുത്ത് നിങ്ങൾക്ക് വിരോധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാതിരിക്കാം, അല്ലാതെ ബഹിഷ്കരിക്കാനൊന്നും ഉത്തരവ് കൊടുക്കാൻ ആർക്കും അധികാരമില്ല. കാരണം രാമലീല പണ്ട് ബഹിഷ്കരിക്കാൻ ഉത്തരവ് കൊടുത്തിട്ട് എന്തായി? ബ്ലോക്ക് ബസ്റ്ററായ ഒരു സിനിമയാണ്. ഞാൻ സിനിമയെ സ്നേഹിക്കുന്നുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ ഞാൻ ഒരു ദിലീപ് സ്നേഹി ആയതുകൊണ്ടല്ല. ഞാൻ സിനിമയെ അത്രയധികം സ്നേഹിക്കുന്നു. സിനിമയെ ആര് ബഹിഷ്കരിക്കാൻ നിന്നാലും പറ്റില്ല. ഇപ്പോൾ IFFKയിൽ കുറേ സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന് സെൻസർ ബോർഡിൽ, എന്നിട്ടിപ്പോൾ പ്രദർശിപ്പിക്കുന്നില്ലേ? എപ്പോഴും സിനിമയ്ക്കെതിരെ ഇപ്പോൾ ആര് കാണരുത്, അല്ലെങ്കിൽ അതിനൊരു ഒപ്പോസിഷൻ ഉണ്ടായ ആൾക്കാർ വന്ന് കാണുക തന്നെ ചെയ്യും. നിങ്ങൾ ആ വ്യക്തി എന്തെങ്കിലും പേഴ്സണലായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാം. പക്ഷേ അയാളൊരു സിനിമയിൽ അഭിനയിച്ചു, അതുകൊണ്ട് സിനിമ കാണാൻ പാടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് എതിർപ്പാണ്. തിരിച്ചുവരവാണോ? ദിലീപിൻ്റെ തിരിച്ചുവരെന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. പവി കെയർടേക്കർ ആയാലും അതിലൊക്കെ ഉള്ള ഒരു എനർജി ഇല്ലായ്മ ഇതിൽ എനർജി ഉണ്ട്. അല്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് മോഹൻലാലും കൂടെ വന്നപ്പം ദിലീപ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ദിലീപിന് പൂന്ത് വിളയാടയും പറ്റിയൊരു ക്യാരക്ടറാണ്. കാരണം ദിലീപിൻ്റെ തന്നെ പഴയ പടങ്ങളുടെ റെഫറൻസ്, ഇവർ റൺവേ, വെട്ടം, കുറേ സിനിമകളുടെ റെഫറൻസ് പറ്റിയൊരു ക്യാരക്ടറാണ്. ദിലീപ് അത് നല്ല നീറ്റിന് ചെയ്തിട്ടുണ്ട്. ഈ പടം നമ്മൾ കാര്യഗൗരവമായിട്ട് സമീപിക്കേണ്ട ഒരു സിനിമയല്ല. നിങ്ങൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ട്രോള്, ഈവൻ ധ്യാനിൻ്റെ ഇൻ്റർവ്യൂ വരെ നിങ്ങൾ കാണുമെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. അതല്ല നിങ്ങൾ ഇങ്ങനെ വളരെ കാര്യഗൗരവമായിട്ട് ഈച്ച് ആൻഡ് എവരി ഫ്രെയിമിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നോക്കുന്നവർക്ക് ഈ സിനിമ പറ്റില്ല. ഇതൊരു ഫൺ പടം. ദിലീപിൻ്റെ മോഹൻലാലിൻ്റെ കുറേ മൊമെൻറ്റ്സും അല്ലാതെ ആസ്വദിക്കാൻ പറ്റുന്ന പടമാണ്. എങ്ങനെയാണ് ഫിലിമിനെ നോക്കിക്കാണുന്നത്? 100 കോടി ക്ലബ് അടിക്കും? അല്ല, ഇപ്പോഴും ഭയങ്കര കോടി ക്ലബ്ബുകളാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് ദിലീപിൻ്റെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് ഗ്രോസ് വരാനുള്ളൊരു പടം, അതായത് നല്ല ബോക്സ് ഓഫീസ് ഫിഗർ വരാനുള്ള പടം, അതിനാണ് അവർ ബുദ്ധിപരമായിട്ട് മോഹൻലാലിനെ ഇതിലെടുത്തിട്ടേക്കുന്നത്. കാരണം ദിലീപിനെ കൊണ്ട് ഒറ്റയ്ക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ലെന്ന് അവർക്ക് തന്നെ അറിയാം, ഗോകുലം ഗോപാലിനെ അറിയാം, മോഹൻലാലിനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നൊരു പടം ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ഒരു ഗ്രോസ് ഈ സിനിമയ്ക്ക് എന്തായാലും കിട്ടും. അത് ദിലീപിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഗ്രോസ് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. കുടുംബചിത്രം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ദിലീപിന് കുടുംബങ്ങളുടെ ഒരു ഫാൻസ് ഉണ്ടായിരുന്നു പണ്ട്. ഇടക്കാലത്ത് ദിലീപ് ചെയ്ത മോശം ചിത്രങ്ങളും കൂടെ കൊണ്ടാണ് അത് പിന്മാറിയത്, അല്ലാതെ ഈ കേസ് കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഒരുപാട് മോശം ചിത്രങ്ങൾ വന്നു. പക്ഷേ ഇത് കുറച്ചുകൂടെ അവർക്ക് രസിക്കാൻ പറ്റുന്ന മോമെൻറ്റ്സ് ഉണ്ട്. പിന്നെ നോർമൽ ഓഡിയൻസിന് ചിലപ്പോൾ പഴയ പടങ്ങളൊന്നും ഓർമ്മ കാണൂല. അപ്പോൾ ഇതിലെ ചിലപ്പോൾ എല്ലാ സംഭവങ്ങളും അവർക്ക് കണക്ട് ചെയ്യുന്നൊന്നുമില്ല. അപ്പം സലീം കുമാർ, മീശമാധവനിലെ മുകുന്ദനുണ്ണി എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അത് ചിലപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും സ്ട്രൈക്ക് ആവില്ല. വെട്ടത്തിൽ ദിലീപിനെ നോക്കി മറ്റേ ട്രെയിനിൻ്റെ അകത്തിരുന്ന് നന്ദു പൊഴുവ അയാളെ ഉൾപ്പെടെ ഇത് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻസൊക്കെ കുറേ കൂടി യൂത്തിന് ഈ പടം നല്ല രീതിയിൽ കണക്ട് ആകും. കാരണം അവർ ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്. അതിലുള്ള കുറേ സിനിമകളുടെ സീൻസ് അതിനെയൊക്കെ വീണ്ടും ഇവർ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. മൊത്തത്തിൽ പെർഫോമൻസ് ആയാലും കൊള്ളാം. എനിക്കങ്ങനെ ഈ ഒരു സിനിമയെ കീറി മുറിച്ച് പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ സിനിമയിൽ അവൾ വ്യക്തമായിട്ട് നോ ലോജിക് ഒൺലി മാഡ്നസ്, ആ മാഡ്നസ് ഉണ്ട്. പറയുന്നുണ്ട് കേരളം ഒരു ഭ്രാന്താലയാണെന്ന് കൊണ്ട് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കൂട്ടം ഭ്രാന്തന്മാരുടെ കഥയാണ്. അപ്പോൾ അതിൽ കുറച്ച് ചളിയുണ്ട്, കുറച്ച് അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നത്. പക്ഷേ മൊത്തം പടം കണ്ടിറങ്ങുമ്പോൾ നമുക്കൊരു കൊള്ളാം, ഒരു ഫൺ മോഡ്, ഒരു സ്ട്രെസ് റിലീഫ് പടമാണ്. പടം കൊള്ളാം. പ്രതീക്ഷയെ കാട്ടി ഉണ്ടായിരുന്നു പടം. എനിക്ക് മറ്റു പടങ്ങളെ കാട്ടി കൊള്ളാം. ഇത് ദിലീപിന് 2020 ആ ഒരു സിനിമയുടെ ഫീലൊക്കെ കിട്ടി. കിടുക്ക് പടം, വേറെ ലെവല് സാധനം. കൊള്ളാം. അഴിഞ്ഞാട്ടോ, ഒരു രക്ഷയില്ല, കിടിലം പടം. സൗണ്ടൊക്കെ പോയി. ലാലേട്ടനും ദിലീപേട്ടനും പക്ക വലിയൊരു തിരിച്ചു വരുന്നത്. 100 കോടി കൺഫേം, വേറെ ഒന്നും പറയാനില്ല. 100 കോടി അടിച്ചിട്ടേ പടം പോവുള്ളൂ. നല്ല പടം, വളരെ നല്ലൊരു പടമായിരുന്നു. ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവാണ്, ഒരു മോഹൻലാലിൻ്റെ ഒരു നല്ല ഇതുണ്ട്. അല്ല, മൊത്തത്തിലൊരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. പടം വളരെ നല്ലതായിരുന്നു. നമ്മളൊരു മാഡ്നസ് വൈബ് ഇരുന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ്. പിന്നെ അതിൽ ക്യാമിയോസ് ആയാലും ഒരുപാട് റെഫറൻസ് ആയാലും ഒരു ഫൺ വൈബ് പ്ലസ് ഒരു ആക്ഷൻ എല്ലാം കൂടെ ചേർത്തുള്ളൊരു നല്ലൊരു മൂവീസാണ്. ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റി. ഓക്കെ, കുറ്റവിമുക്തനാക്കിയതിന് ശേഷമുള്ള ആദ്യ പടമാണ്. അതെ. നോക്കിയാൽ നമ്മൾ സിനിമ വേറെ, റിയൽ ലൈഫ് വേറെ ആയിട്ടാണ് ഞാനും കാണുന്നത്. അത് വേറൊരു രീതി. പക്ഷേ ഇതിൽ നമുക്ക് അതൊന്നും ചിന്തിക്കാതെ ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതെന്തായാലും തിരിച്ചു വരവ് വളരെ വിജയമാക്കി എന്ന് വേണം തന്നെ പറയാൻ. മറ്റു പടങ്ങളിൽ നിന്നും വ്യത്യസ്തമാണോ? മറ്റു പടങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇതൊരു തെലുങ്ക് വൈബ് പടം എന്ന് അവർ ഒരു അതേപോലത്തെ ഒരു വൈബ് പടമാണ്. അതായത് ഒരു ആക്ഷൻ, കോമഡി, എൻ്റർടൈൻമെൻറ്റ്, നമ്മളൊരു പഴയ ലെവൽ ദിലീപേട്ടൻ്റെ ആ ഒരു തിരിച്ചുവരവ് തന്നെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ. ഇതിൽ ഒരുപാട് ക്യാമിയോസ് അല്ലെങ്കിൽ അത് ഒരുപാട് റെഫറൻസ് പഴയ പുള്ളിയുടെ തന്നെയും അടുത്ത വേറെ ലാലേട്ടൻ്റെ എല്ലാത്തിൻ്റെ റെഫറൻസൊക്കെ വെച്ച് നല്ല ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ BGM കുറച്ചും കൂടെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ കൊള്ളായിരുന്നു. BGMൻ്റെ ചെറിയൊരു ഇതും കൂടെ ഉണ്ട്. എന്നാലും എക്സ്പീരിയൻസ് ഉണ്ട്. ലാലേട്ടൻ്റെ കാര്യം പിന്നെ എന്ത് പറയും, നമ്മുടെ OG കംപ്ലീറ്റ് ആക്ടർ പിന്നെ അടിച്ച് തിമിർത്തിയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അതാണ്
ഒരു പക്ക ഒരു മസാല പടം. പടം കുഴപ്പമില്ല, നല്ല എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു മസാല പടമാണ്. സൂപ്പർ സിനിമ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ട്. തിയേറ്ററിൽ കൊണ്ട് വെച്ചതുകൊണ്ട് ഇപ്പൊ ഈ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം കൊണ്ട് തിയേറ്ററില്ലേ പടം നമുക്കൊന്നും മനസ്സിലാവുന്നില്ല അതിനകത്തിരുന്നിട്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ പടങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ താഴത്തെ വലിയ തിയേറ്ററിൽ കാണേണ്ട അടിച്ചുപൊളി പടം. അടിച്ചുപൊളി എന്ന് വെച്ചാൽ ഭയങ്കര പടം, അത്രയും സന്തോഷമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് ഈ തിയേറ്ററിൽ ഇരുന്നത് ഈ ഒരു ചെറിയ തിയേറ്ററിലാണ് ഒരു പടം വെച്ചേക്കുന്നത്. നമുക്ക് അങ്ങോട്ട് ഒരു ഗുഹയ്ക്കകത്തിരുന്ന് കാണുന്നതിനൊക്കെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിപ്പോയി. എന്ന് വെച്ചാൽ ഭയങ്കര പടം. എന്ന് വെച്ചാൽ നമുക്ക് എഴുന്നേറ്റ് ഡാൻസ് കളിക്കാൻ പറ്റുന്ന ലാലേട്ടനെയൊക്കെ എന്ന് വെച്ചാൽ ലാലേട്ടൻ അങ്ങ് ഒരു അഴിഞ്ഞാടി എന്ന് തന്നെ പറയാം. അഴിഞ്ഞാട്ടം തന്നെയാണ്. ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവ് മോഹൻലാലോട് ചേർന്നപ്പോഴേക്കാന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു ഫീലിംഗ്. ആ ശരീരം നോക്കിയാണ് രോമൊക്കെ എഴുന്നേറ്റ് നിന്നു. പക്ഷെ എന്ത് ചെയ്യാം, കുറച്ചും കൂടെ നമുക്ക് ആ തിയേറ്റർ എക്സ്പീരിയൻസ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒന്നിൽ കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനകത്ത് കുറച്ചുകൂടി എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. പക്ഷെ മറ്റുള്ള തിയേറ്ററിലൊക്കെ സൂപ്പറായിരുന്നു, സമ്മതിച്ചിരുന്നു. രണ്ടാളുടെയോ മൊത്തം ആൾക്കാരുടെ സിനിമാ ഫാനാണ് നമ്മൾ, സത്യസന്ധമായി പറഞ്ഞ മോഹൻലാലിൻ്റെ പിന്നെ ദിലീപിൻ്റെ. ഇത് സിനിമയുടെ രീതിയിൽ കാണുക, മറ്റുള്ള രീതിയിൽ കാണുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. മറ്റ് വിവാദങ്ങളൊന്നും ഇതിനകത്ത് വിടണ്ട. കാരണം സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ജനിച്ചപ്പം കണ്ടു തുടങ്ങിയതാണ് സിനിമ. അത് മരണം വരെ സിനിമയിൽ ഉണ്ടാവണം. അല്ലാതെ അതിനകത്ത് ഒരു ഇതൊന്നും ഒന്നും അതിനകത്ത് പെടണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം സിനിമയുടെ രീതിയിൽ കാണുക, സന്തോഷമായിട്ടിരിക്കുക, അത് ആരായാലും. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ബ്രോ, എനിക്ക് പറയാനുള്ളത് നമ്മളൊരു എന്താ പറയണ ലോജിക്കും കാര്യമെല്ലാം മാറ്റി വെച്ചിട്ട് വന്ന് കാണുക. അങ്ങനത്തെ ഒരു മൂവിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും കണക്ട് ആവുന്ന ടൈപ്പ് മൂവി അല്ല, അതാ പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ ഹൈപ്പിൻ്റെ കാര്യമൊന്നുമില്ല. ഒരു നോർമൽ ഒരു സ്പൂഫ് പടം. നമ്മൾ ഈ ഗുഡ് ബാഡ് അഗ്ലിയൊക്കെ കണ്ടില്ല അജിത്തിൻ്റെ ആ ഒരു മോഡൊരു സ്പൂഫ് പടമാണ്. ഈ ഫാൻസുകാർക്കൊക്കെ വേണ്ടി കൈയടിക്കാൻ വേണ്ടി പഴയ റെഫറൻസും പഴയ കുറേ പാട്ടുകളെല്ലാം തട്ടിക്കൂട്ടി എടുത്തും അതെല്ലാം മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് അങ്ങനത്തെ ഒരു പടമാണ്. എനിക്ക് ലാലേട്ടൻ വന്ന് നല്ല രീതിക്ക് തൂക്കിയ പോലെ തോന്നി. മൊത്തത്തിൽ ഓവറോൾ ഒരു തിയേറ്റർ വാച്ചബിൾ മൂവിയാണ്, അത്രേ ഉള്ളൂ. ഇത് OTT വന്ന് എങ്ങനെ കണക്ട് ആവുമെന്ന് എനിക്ക് അറിഞ്ഞു. ഇത് എല്ലാവർക്കും കണക്ട് ആവുമെന്ന് ഡൗട്ടാണ്. അങ്ങനെ അതാണ് പറയാനുള്ളത്. അതാണ് ബ്രോ, നല്ല പെർഫോമൻസ് ബേസ് ചെയ്തുള്ളൊരു പടം. എന്ന് വെച്ചാൽ ആക്ടിങ് അല്ല, അല്ലാണ്ട് ഈ ഫാൻസുകാർക്ക് വേണ്ടി നല്ല കൈയടിക്കാനുള്ള നല്ല ഗൂസ് ബംസ് വരുന്ന സീനുകളും പഴയ കുറേ ഡയലോഗുകളും അതിൻ്റെ എല്ലാം കൂടി ഒരു മിക്സ് ചെയ്ത് വന്നൊരു മൂവിയാണ്. അങ്ങനെ തിരിച്ചു വരവ്, അതാണ് പ്രശ്നം. ആൾക്കാർ ഇതെങ്ങനെ എടുക്കുന്നു എന്നുള്ള ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സംഭവം ചിലവർക്ക് കണക്ട് ആവാം, ചിലവർ ഈ ലോജിക്കൊക്കെ നോക്കി അങ്ങനെ വന്ന് ആൾക്കാർക്ക് ചിലപ്പോൾ കണക്ട് ആവണമെന്നില്ല. അതാണ് പറയാനുള്ളത്. എന്തായാലും ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകർ പറയുന്നത് വ്യക്തിജീവിതവും സിനിമയും അല്ലെങ്കിൽ കലയുമായി അത് രണ്ടും തമ്മിൽ കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ല. കല വേറെ തന്നെയാണ്, വ്യക്തിജീവിതം വേറെ തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു ചിത്രത്തെ അങ്ങനെ നോക്കി കാണരുത്. ഭബബ നല്ല ചിത്രം തന്നെയാണ്, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയാണ് എന്നുമാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ പറയുന്നത്. ഇന്ന് ഈ ഒരു ആദ്യ ഷോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ആദ്യ ഷോ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നിരവധി സാധാരണ പ്രേക്ഷകരും അതുകൂടാതെ ദിലീപ് ആരാധകർ ഉൾപ്പെടെ ഈ സിനിമ കാണാൻ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ്. അതേസമയം തന്നെ ഒരു വശത്ത് ഈ ഒരു സിനിമ ബഹിഷ്കരിക്കണം എന്നുള്ള ആശയങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കൊണ്ട് മറ്റൊരു വിഭാഗം രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഈ ചില പ്രേക്ഷകർ നമ്മളോട് വ്യക്തമാക്കുന്നത് കലയായി തന്നെ കാണേണ്ടതാണ്, അദ്ദേഹത്തിൻ്റെ കേസും വ്യക്തിജീവിതവും എല്ലാം തന്നെ മറ്റൊരു വശമാണ് എന്നും പറഞ്ഞു വയ്ക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.